ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ സയൻസ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻജിയോസ്പേംസിലെ സെക്ഷുവൽ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്താണെന്നാണ് നോക്കുന്നത്. ഒരു ഫ്ലവറിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര് ഗൈനീഷ്യം അഥവാ ജനിപുടം എന്നാണ് അറിയപ്പെടുന്നത്. ഗൈനീഷ്യം അല്ലെങ്കിൽ ജനിപുടം എന്നറിയപ്പെടുന്ന ഈ സ്ട്രക്ചറിൻ്റെ ഓരോ യൂണിറ്റുകളെയും നമ്മൾ വിളിക്കുന്നത് കാർപ്പൽ അഥവാ പിസ്റ്റിൽ അഥവാ ജനി എന്നാണ് വിളിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് ഒരു കാർപ്പലിൻ്റെ സ്ട്രക്ചറാണ്. ഒരു കാർപ്പലിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ടിപ്പ് പോർഷനെ നമ്മൾ വിളിക്കുന്നത് സ്റ്റിഗ്മ അല്ലെങ്കിൽ പരാഗണ സ്ഥലം എന്നാണ്. പരാഗണ സ്ഥലം എന്ന് അറിയപ്പെടുന്നതിൻ്റെ കാരണം ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ ആൻഡ്രീഷ്യത്തിൽ നിന്നും ഉണ്ടായി വരുന്ന പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പരാഗരേണുക്കൾ വന്ന് ഇരിക്കുന്നത് ഇതിൻ്റെ സ്റ്റിഗ്മ അല്ലെങ്കിൽ പരാഗണ സ്ഥലം എന്നറിയപ്പെടുന്ന ഈ പ്ലാറ്റ്ഫോമിലാണ് ഇരിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നതിന് ശേഷം പോളൻ ഗ്രെയിൻസ് ഇവിടെ ഇരുന്ന് ജെർമിനേറ്റ് ചെയ്ത് പോളൻ ട്യൂബ് ഉണ്ടാക്കി ഈ ട്യൂബ് താഴേക്ക് വന്നിട്ട് ഇതിൻ്റെ ഓവ്യൂൾസിൻ്റെ സമീപം എത്തുകയാണ് ചെയ്യുന്നത്. ഇനി സ്റ്റിഗ്മ എന്നറിയപ്പെടുന്ന ഈ സ്ട്രക്ചറിൻ്റെ താഴേക്ക് കാണുന്ന കുഴലുകൾ പോലെയുള്ള ഈ സ്ട്രക്ചറിനെ വിളിക്കുന്നത് സ്റ്റൈൽ എന്നാണ്. സ്റ്റൈലിൻ്റെ താഴേക്ക് കാണപ്പെടുന്ന എൻലാർജ് ചെയ്തിട്ടുള്ള ബൾജ് ചെയ്തിട്ടുള്ള ഈ പോർഷനെ നമ്മൾ ഓവറി അല്ലെങ്കിൽ അണ്ഡാശയം എന്ന് വിളിക്കുന്നു. അണ്ഡാശയത്തിൻ്റെ ഉള്ളിലായിട്ടാണ് ഒരുപാട് ഓവ്യൂളുകൾ അല്ലെങ്കിൽ അണ്ഡങ്ങളെ അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചില പ്ലാന്റ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കാണുന്ന, അതായത് അതിൻ്റെ ഗൈനീഷ്യത്തിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന കാർപ്പലുകൾ അല്ലെങ്കിൽ ജനികൾ എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ട്രക്ചർ ഒരെണ്ണം മാത്രമാണ് കാണുന്നതെങ്കിൽ അത്തരം കണ്ടീഷനെ നമ്മൾ മോണോ കാർപ്പലറി കണ്ടീഷൻ എന്ന് വിളിക്കുന്നു. ഇനി ഇവ ഒന്നിൽ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അത്തരം കണ്ടീഷനെ മൾട്ടി കാർപ്പലറി കണ്ടീഷൻ എന്നുമാണ് അറിയപ്പെടുന്നത്. ചില പ്ലാന്റ്സിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒന്നിൽ കൂടുതൽ എണ്ണം ഉണ്ടായിരിക്കും, അതായത് മൾട്ടി കാർപ്പലറി കണ്ടീഷൻ ആയിരിക്കും കാണുന്നത്. ഇനി ഈ കാർപ്പലുകളെല്ലാം കൂടി ഫ്യൂസ് ചെയ്തിട്ട് ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ അത്തരം കണ്ടീഷനെ നമ്മൾ സിൻ കാർപ്പസ് കണ്ടീഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി ഒന്നിൽ കൂടുതലുള്ള കാർപ്പൽസ്, അതായത് ഒരു പ്ലാന്റിൻ്റെ ഉള്ളിൽ 5 കാർപ്പലുകൾ ഉണ്ട് എന്ന് കരുതുക. ഈ 5 കാർപ്പലുകളും 5 യൂണിറ്റ് ആയിട്ട് നിൽക്കുന്നുവെങ്കിൽ അഥവാ ഇവ ഫ്യൂസ് ചെയ്യാതെ 5 എണ്ണവും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം കണ്ടീഷനെ നമുക്ക് അപ്പോ കാർപ്പസ് കണ്ടീഷൻ എന്നും വിളിക്കാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഒരു ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന്. നമ്മൾ പറഞ്ഞു ഓവറി അല്ലെങ്കിൽ അണ്ഡാശയം എന്നറിയപ്പെടുന്ന കാർപ്പലിൻ്റെ ഏറ്റവും താഴെയുള്ള അണ്ഡാശയം എന്നറിയപ്പെടുന്ന സ്ട്രക്ചറിൻ്റെ ഉള്ളിലായിട്ട് പ്ലാസൻഡ എന്ന് പറയുന്ന ഒരു കുഷ്യൻ ലൈക്ക് പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ പ്ലാറ്റ്ഫോമിൻ്റെ 2 സൈഡിലുമായിട്ടാണ് ഓവ്യൂളുകളെ അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്നത്. ഓവ്യൂളുകൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയം എന്ന് അറിയപ്പെടുന്ന ഒരു സ്ട്രക്ചറിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓവ്യൂളിൻ്റെ തണ്ടിന് വിളിക്കുന്ന പേരാണ് ഫ്യൂണിക്കിൾ എന്ന്. ഒരു ഓവ്യൂളിനെ പ്ലാസൻ്റയുമായി കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു തണ്ടുണ്ട്. ഈ തണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്യൂണിക്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഓവ്യൂളിൻ്റെ ഫ്യൂണിക്കിൾ എന്ന് അറിയപ്പെടുന്ന ഭാഗവും ആ ഓവ്യൂളും തമ്മിൽ കൂടിച്ചേരുന്ന ഒരു കണക്ഷൻ പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിനെ നമ്മൾ വിളിക്കുന്നത് ഹൈലം എന്നാണ് വിളിക്കുന്നത്. ഹൈലം എന്നറിയപ്പെടുന്നത് ഫ്യൂണിക്കിൾ എന്ന് വിളിക്കുന്ന തണ്ടുകളും ഓവ്യൂളും തമ്മിൽ കൂടിച്ചേരുന്ന കണക്ഷൻ പോയിന്റിന് വിളിക്കുന്ന പേരാണ് ഹൈലം എന്നാണ് വിളിക്കുന്നത്. ഇനി ഓവ്യൂളിൻ്റെ അതിൻ്റെ ഫ്യൂണിക്കിളിൻ്റെ സമീപം വരുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിങ്ങിനെ നമ്മൾ മൈക്രോപൈൽ എന്നാണ് വിളിക്കുന്നത്. ഈ ഓപ്പണിംഗ് അഥവാ ഈ മൈക്രോപൈൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്പണിംഗ് വഴിയാണ് പോളൻ ട്യൂബ് ഇതിൻ്റെ ഉള്ളിലേക്ക് ജെർമിനേറ്റ് ചെയ്ത് കയറി വരുന്നത്. മൈക്രോപൈൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ മൈക്രോപൈൽ എന്ന് പറയുന്ന ഓപ്പണിംഗ് കാണുന്ന ആ എൻഡിനെ നമ്മൾ വിളിക്കുന്നത് മൈക്രോപൈലാർ പോൾ എന്നാണ് വിളിക്കുന്നത്. മൈക്രോപൈലാർ പോളിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണപ്പെടുന്ന പോളിനെ നമ്മൾ ചലാസൽ പോൾ എന്നുമാണ് വിളിക്കുന്നത്. അപ്പം മൈക്രോപൈൽ എന്നും ചലാസൽ എന്നും പറയുന്ന 2 പോളുകളാണ് ഒരു ഓവ്യൂളിന് ഉള്ളത്.
ഇനി ഒരു ഓവ്യൂളിന് ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ട്. ആ പ്രൊട്ടക്റ്റീവ് കവറിങ്ങിനെ നമ്മൾ വിളിക്കുന്നത് ഇൻഡഗുമെന്റ് എന്നാണ്. ഇൻഡഗുമെന്റ് എന്ന് അറിയപ്പെടുന്ന ഈ പ്രൊട്ടക്റ്റീവ് ലെയറുകൾ രണ്ടെണ്ണമാണ് ഒരു ഓവ്യൂളിനുള്ളത്. അതിൽ പുറമേ കാണപ്പെടുന്ന ഇൻഡഗുമെന്റിനെ നമ്മൾ ബാഹ്യ ഇൻഡഗുമെന്റ് അല്ലെങ്കിൽ ഔട്ടർ ഇൻഡഗുമെന്റ് എന്നും അകമേ കാണുന്ന ഇൻഡഗുമെന്റിനെ ഇന്നർ ഇൻഡഗുമെന്റ് അല്ലെങ്കിൽ ആന്തര ഇൻഡഗുമെന്റ് എന്നുമാണ് വിളിക്കുന്നത്. ഇൻഡഗുമെന്റിന്റെയും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഒരു ലെയറിനെ നമ്മൾ ന്യൂസെല്ലസ് എന്നാണ് വിളിക്കുന്നത്. ഈ ന്യൂസെല്ലസ് എന്ന് വിളിക്കുന്ന ഈ ഒരു ലെയർ ഓഫ് സെൽസിന്റെ ഏറ്റവും അകത്തായിട്ട് കാണപ്പെടുന്ന സ്ട്രക്ചറാണ് നമ്മുടെ എംബ്രിയോ സാക്ക് എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഒരു ഓവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയത്തിന് രണ്ട് കവറിങ്ങുകളാണുള്ളത്, അല്ലെങ്കിൽ രണ്ട് കവറിംഗ് മെംബ്രെയിൻസ് ആണുള്ളത്. അതിനെ ഇൻഡഗുമെന്റുകൾ എന്ന് വിളിക്കുന്നു. പുറമേ ഉള്ളതിനെ ഔട്ടർ ഇൻഡഗുമെന്റ് എന്നും അകമേ ഉള്ളതിനെ ഇന്നർ ഇൻഡഗുമെന്റ് എന്നും വിളിക്കുന്നു. ഇൻഡഗുമെന്റിന്റെ ഉള്ളിലായിട്ട് ന്യൂസെല്ലസ് എന്ന് പറയുന്ന ഒരു ടിഷ്യൂ കാണുന്നു. അതിൻ്റെയും ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന സ്ട്രക്ചറാണ് എംബ്രിയോ സാക്ക് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഒരു മെഗാസ്പോർ ഉണ്ടായി വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെഗാസ്പോറോജെനിസിസ് എന്ന് വിളിക്കുന്നത്. മെഗാസ്പോർ മദർ സെൽ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും. ആ മെഗാസ്പോർ മദർ സെൽ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിൽ നിന്നും മെഗാസ്പോറുകൾ ഉണ്ടായി വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെഗാസ്പോറോജെനിസിസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു എംബ്രിയോ സാക്ക് രൂപപ്പെടുന്നതെന്ന്. നമ്മൾ പറഞ്ഞു എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് കാണുന്നത് ഒരു എംബ്രിയോ സാക്ക് എന്ന് പറയുന്ന സ്ട്രക്ചർ കാണുന്നത് ഓവ്യൂളിൻ്റെ ഏറ്റവും സെൻറ്ററിലായിട്ടാണ്. ഓവ്യൂൾ അല്ലെങ്കിൽ ഒരു മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ ഏറ്റവും സെൻറ്ററിലായിട്ട് കാണുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു എംബ്രിയോ സാക്ക് ഉണ്ടായി വരുന്നതെന്ന്. ഓവ്യൂളിൻ്റെ സ്ട്രക്ചറിൻ്റെ അകത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു അതിന് രണ്ട് പോളുകളുണ്ട്. ഒരെണ്ണത്തിനെ നമ്മൾ മൈക്രോ പൈലാർ പോൾ എന്ന് വിളിക്കുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതിനെ നമ്മൾ വിളിക്കുന്നത് ചലാസൽ പോളെന്നുമാണെന്ന് പറഞ്ഞിരുന്നു. ഈ ഇതിൻ്റെ ഏറ്റവും അതായത് ഒരു എംബ്രിയോയുടെ നമ്മുടെ ഈ ഓവ്യൂളിൻ്റെ സ്ട്രക്ചറിൻ്റെ ഉള്ളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇൻഡഗുമെന്റ് എന്ന് പറയുന്ന കോട്ടിങ്, അതായത് സംരക്ഷണ ഭിത്തിയുടെ ഉള്ളിലായിട്ട് നമുക്ക് ന്യൂസെല്ലസ് എന്ന് പറയുന്ന ഒരു ലെയർ ഓഫ് ടിഷ്യൂസിനെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ന്യൂസെല്ലസ് എന്ന് പറയുന്ന ഈ ടിഷ്യൂസിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന ഒരു വലിയ സെല്ലുണ്ട്. ഈ സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേര് മെഗാസ്പോർ മദർ സെല്ലുകൾ എന്നാണ്. അപ്പം മെഗാസ്പോർ മദർ സെല്ലുകൾ എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിന് ഡെവലപ്മെൻറ്റ്സ് നടന്നിട്ടാണ് ലാസ്റ്റിൽ നമുക്ക് എംബ്രിയോ സാക്ക് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ ന്യൂസെല്ലസിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന മെഗാസ്പോർ മദർ സെല്ലുകൾ എന്നറിയപ്പെടുന്ന ഈ സെല്ലുകൾക്ക് ഡിവിഷൻ സംഭവിക്കുന്നു. മെഗാസ്പോർ മദർ സെല്ലുകൾ എന്നറിയപ്പെടുന്ന ഈ സെല്ലുകൾക്ക് മിയോസിസ് നടക്കുകയും അങ്ങനെ 4 സെല്ലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടായി വരുന്ന 4 സെല്ലുകളെ നമുക്ക് മെഗാസ്പോർ ടെട്രാഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അല്ലെങ്കിൽ താഴെയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന 4 സെല്ലുകളാണ് നമുക്ക് മെഗാസ്പോർ ടെട്രാഡ് എന്ന് പറയുന്ന രൂപത്തിൽ ലഭിക്കുന്നത്. ഇങ്ങനെ ഉണ്ടായി വരുന്ന 4 സെല്ലുകളിൽ 3 സെല്ലുകൾ ഡീജനറേറ്റ് ചെയ്തു പോകുന്നു. 3 സെല്ലുകൾ നശിച്ചു പോവുകയും ഈ ടെട്രാഡിലെ ഒരു സെല്ല് മാത്രം അവിടെ അവശേഷിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അവശേഷിച്ചു വരുന്ന ആ ഒരു മെഗാസ്പോർ സെല്ല്, ആ സെല്ലിന് വീണ്ടും ഡിവിഷൻസ് നടക്കുന്നു. ആ സെല്ലിന് ഡിവിഷൻസ് നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂക്ലിയസ് ആണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ന്യൂക്ലിയസ് ആദ്യം 2 എണ്ണമായിട്ട് മാറുന്നു. അതിനുശേഷം അത് വീണ്ടും ഡിവൈഡ് ചെയ്ത് 4 എണ്ണമാകുന്നു. ലാസ്റ്റ് സ്റ്റേജിൽ മൊത്തം 8 ന്യൂക്ലിയസുകളാണ് ഈ ഒരു സെല്ലിൽ അവശേഷിക്കുന്നത്. ഒരു സെല്ലിൽ 8 ന്യൂക്ലിയസുകളാണ് അവശേഷിക്കുന്നത്. ഇങ്ങനെ ഉണ്ടായി വരുന്ന 8 ന്യൂക്ലിയസുകളിൽ 3 ന്യൂക്ലിയസുകൾ ഇതിൻ്റെ ഒരു പോളിലേക്ക് പോകുന്നു, 3 ന്യൂക്ലിയസുകൾ മറ്റൊരു പോളിലേക്കും പോകുന്നു. അപ്പം ഇതിൻ്റെ ചലാസൽ എൻഡിലായിട്ട് 3 ന്യൂക്ലിയസുകൾ വരുന്നു. ഈ 3 ന്യൂക്ലിയസുകളും അവർക്ക് മെംബ്രെയിൻ ഉണ്ടാക്കിയതിന് ശേഷം അവർ 3 സെല്ലുകളായിട്ട് മാറുന്നു.
അപ്പം ചലാസൽ എൻഡിൽ ഉണ്ടായി വരുന്ന ഈ 3 സെല്ലുകളെ നമ്മൾ വിളിക്കുന്നത് ആൻറ്റിപോഡൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ലാസ്റ്റ് സ്റ്റേജിൽ, അതായത് എംബ്രിയോ സാക്ക് ആയി മാറിക്കഴിയുമ്പോൾ അതിൻ്റെ ചലാസൽ എൻഡിൽ 3 ന്യൂക്ലിയസുകൾ വരികയും അതിനൊരു സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു, 3 സെല്ലുകളായിട്ട് മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ ചലാസൽ എൻഡിലായിട്ട് രൂപപ്പെടുന്ന സെല്ലുകളെ നമ്മൾ വിളിക്കുന്നത് ആൻറ്റിപോഡൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ബാക്കിയുള്ള ന്യൂക്ലിയസിൽ 3 ന്യൂക്ലിയസുകൾ ഇതിൻ്റെ മൈക്രോ പൈലാർ എൻഡിലേക്ക് വരുന്നു. ഈ മൈക്രോ പൈലാർ എൻഡിൽ ഈ 3 പേരും 3 സെല്ലുകളായിട്ട് മാറുന്നു. ഇങ്ങനെ മൈക്രോ പൈലാർ എൻഡിൽ ഉണ്ടായി വരുന്ന 3 സെല്ലുകളിൽ 2 പേരെ നമ്മൾ വിളിക്കുന്നത് സൈനർജിഡുകൾ എന്നും ഒരാളെ നമ്മൾ എഗ് എന്നുമാണ് വിളിക്കുന്നത്. മൈക്രോ പൈലാർ എൻഡിൽ 3 സെല്ലുകൾ ഉണ്ടാകുന്നു. അതിൽ 2 പേരെ സൈനർജിഡുകൾ എന്നും ഒരാളെ എഗ് എന്നുമാണ് വിളിക്കുന്നത്. ഇനി ബാക്കിയുള്ള 2 ന്യൂക്ലിയസുകൾ ഈ എംബ്രിയോ സാക്കിൻ്റെ സെൻറ്ററിലായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പം ഇതിനെ നമ്മൾ സെൻട്രൽ സെൽ എന്നാണ് വിളിക്കുന്നത്. ഈ 2 ന്യൂക്ലിയസിനും കൂടി ഒരൊറ്റ സെൽ മെംബ്രെയിൻ ആണ് കാണുന്നത്. അപ്പം ഇതിൻ്റെ സെൻറ്ററിൽ കാണപ്പെടുന്ന ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ പോളാർ ന്യൂക്ലിയൈ എന്നാണ് വിളിക്കുന്നത്. പോളാർ ന്യൂക്ലിയൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് അവർ ഒരൊറ്റ സെല്ലായിട്ട് മാറുകയും എന്നാൽ ആ ഒരു സെല്ലിന് തന്നെ 2 ന്യൂക്ലിയസ് കാണുകയുമാണ് ചെയ്യുന്നത്. അപ്പം ഈ ലാസ്റ്റ് സ്റ്റേജിലുള്ള എംബ്രിയോ സാക്ക് എന്ന് പറയുന്ന ഈ സ്ട്രക്ചറിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ നമുക്ക് 8 ന്യൂക്ലിയസുകളെ കാണാൻ സാധിക്കും. എന്നാൽ സെല്ലിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 7 സെല്ലുകൾ മാത്രമാണ് ഉള്ളത്. അതായത് 3 സെല്ലുകൾ അല്ലെങ്കിൽ ആൻറ്റിപോഡൽസ് എന്ന് പറയുന്ന 3 സെല്ലുകൾ ചലാസൽ എൻഡിലും അതുപോലെ തന്നെ സൈനർജെഡുകളും എഗ്ഗും കൂടി ചേർന്ന എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്ന 3 ഒരു സെല്ലിൻ്റെ യൂണിറ്റ് അത് കാണുന്നത് മൈക്രോ പൈലാർ എൻഡിലും എഗ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിൽ ഒരു എഗ്ഗുമുണ്ട്, 2 സൈനർജിഡുകളുമുണ്ട്. ഇനി ശേഷിക്കുന്ന 2 ന്യൂക്ലിയസുകളും കൂടി ചേർന്ന് ഒരൊറ്റ സെല്ലായിട്ട് മാറുന്നു. ആ ഒരു സെല്ല്, അത് സെൻട്രൽ സെൽ എന്ന് പറയുന്ന ഇത് കാണുന്നത് എംബ്രിയോ സാക്കിൻ്റെ സെൻറ്ററിലായിട്ടാണ്. ഇതിന് 2 ന്യൂക്ലിയസുകളും ഒരൊറ്റ സെല്ലുമായിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ കാണുന്നത്. അപ്പം എംബ്രിയോ സാക്കിനെ നോക്കിക്കഴിഞ്ഞാൽ 7 സെല്ലുകളും എന്നാൽ 8 ന്യൂക്ലിയസുകളും ചേർന്നിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് എംബ്രിയോ സാക്ക് എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫ്ലവറിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റ്സുമാണ് നോക്കിയത്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.